ഒരുപാട് ചെറുപ്പക്കാർ ഓൾറെഡി ഇതിൽ പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സീരിയസ് ലീഗൽ കോൺസിക്വൻസ് ആണ് ഉണ്ടാകുന്നത്. ഫേക്ക് വിസ പ്രിന്റ് അടിക്കുകയും ചെയ്യും അവർ. വിസ കിട്ടിയിട്ട് ഫുൾ പേയ്മെന്റ് നടത്തിയാൽ മതി എന്ന് നിങ്ങളോട് ഏജൻസ് പറയാറുണ്ടോ? ചില ഫേക്ക് ഏജൻസ് ഇങ്ങനെ പ്രോമിസ് തന്നിട്ട് ഇതിന്റെ പുറകിൽ കളത്തരം കാണിക്കും. നമ്പർ 1, നിങ്ങൾ വിസയുടെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് BFS നിങ്ങൾ ഇൻ പേഴ്സൺ ആണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സും പാസ്പോർട്ടും എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത്. വിസ പ്രിന്റ് അടിച്ചാലും ഇല്ലെങ്കിലും ഈ പാസ്പോർട്ട് എന്തായാലും റിട്ടേൺ ആകണം. ആ റിട്ടേൺ ആകുന്നത് നിങ്ങളുടെ ഓൺ അഡ്രസ്സിലേക്ക് അയക്കണമെന്ന് BFS സ്റ്റാഫിനോട് പറയണം. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഫോം ഉണ്ട്. ആ ഫോമിൽ നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ ഫോൺ നമ്പറും കൊടുക്കണം. ചില ഫ്രോഡ് കേസിൽ ആപ്ലിക്കൻസിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഫേക്ക് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് തരികയും ഫേക്ക് വിസ പ്രിന്റ് അടിക്കുകയും ചെയ്യും അവർ. ഇനി വിസയുടെ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജർമ്മൻ എംബസിക്ക് ഡയറക്ട്ലി ഇമെയിൽ അയച്ചത് കൺഫേം ചെയ്യും. നമ്പർ 2, ഏജന്റ് വഴി അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷനോ ജോബ് ഓഫറോ കിട്ടുവാണെങ്കിൽ BFS വിസ അപ്പോയിന്റ്മെന്റിന് മുൻപ് തന്നെ നിങ്ങൾ ആ കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ അഡ്മിഷൻ ലെറ്റർ ആണെങ്കിൽ ആ അഡ്മിഷൻ ലെറ്ററിൽ എഴുതിയേക്കുന്ന കമ്പനി നെയിം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നെയിം ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഇമെയിൽ അയച്ചത് കൺഫേം ചെയ്യണം. ഒരുപാട് കേസസ് ഈ റീസെന്റ് നടന്നിട്ടുണ്ട് ഫേക്ക് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഫ്രോഡുലന്റ് ഡോക്യുമെന്റ്സ് അതോറിറ്റീസ് ഫൈൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സീരിയസ് ലീഗൽ കോൺസിക്വൻസ് ആണ് ഉണ്ടാകുന്നത്. ചില ഫ്രോഡ് ഏജൻസി എസ്പെഷ്യലി സ്റ്റുഡൻസിനോട് പറയും ബ്ലോക്ക്ഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒഫീഷ്യൽ പ്രൊവൈഡറിനെ യൂസ് ചെയ്ത് മാത്രം ചെയ്യുക. ഒരുപാട് ചെറുപ്പക്കാർ ഓൾറെഡി ഇതിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും അത് വെരിഫിക്കേഷൻ ചെയ്യുക.